ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു അയിലക്കറി വെച്ചാലോ? അതിനായിട്ട് നമുക്ക് ഒരു അരമുറി തേങ്ങയും 5-6 കൊച്ചുള്ളി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ അരച്ച് പേസ്റ്റാക്കി വയ്ക്കുക. അതിനുശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് സാധാരണ പോലെ തന്നെ കടുക് താളിക്കാം. ഒരു 2 സ്പൂണോളം എണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ച് ചട്ടി ചൂടാകുമ്പോൾ ഒരു 1/2 സ്പൂൺ കണക്കാക്കി കടുകിട്ട് കൊടുക്കുന്നു. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. വളരെ സ്വാദുള്ള കറിയാണ്. നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. മുളകും തേങ്ങയും കൊച്ചുള്ളി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം. കടുക് താളിക്കുന്നതിനകത്ത് നമുക്ക് കടുകിന് ശേഷം ഇച്ചിരി കൊച്ചുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതൊന്ന് ബ്രൗൺ നിറം ആയി വരുന്ന സമയത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കടുക് താളിക്കുന്ന പലരും പല രീതിയിലാണ്. അപ്പോൾ എന്താണോ അതുപോലെ ചെയ്യുക. കടുക് താളിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ രീതിയിലുള്ള അരപ്പാണ് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ഇടുന്നു. അതൊന്ന് മൂത്ത് വരട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യണേ, അതുപോലെ കമൻറ്റ് ചെയ്യണേ. കറിവേപ്പില ഒന്നിങ്ങനെ മൂത്ത് വരുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്കിനിയിപ്പം അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരപ്പിൻ്റെ അളവുകളും അരയ്ക്കാനെടുക്കേണ്ട സാധനത്തിൻ്റെയൊക്കെ അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അതുപോലെ എടുത്താൽ മതി. അരപ്പ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് കഴുകി കുറച്ച് വെള്ളം കൂടെ കൊടുക്കുക. അതിലേക്ക് മാങ്ങയാണ് മാങ്ങായിട്ട അയിലക്കറിയാണ് നമ്മളിന്നുണ്ടാക്കുന്നത്. അപ്പം മാങ്ങ അരിഞ്ഞ് ഒരിടത്തരം കഷ്ണങ്ങളാക്കി വെച്ചത്, ഒരു ഇടത്തരം മാങ്ങ, അത് ഓരോരുത്തരുടെയും പുളിക്കനുസരിച്ച്, ഒരുപാട് പുളി വേണ്ടാത്തവർ അത് കണക്കാക്കി വേണം ചേർക്കാൻ. ഒരു മാങ്ങ ഇടാം. ഈ പറഞ്ഞ കണക്കിന് ചെറിയൊരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം മാങ്ങ ഗ്യാസ് ചിലർക്കുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ നമ്മളൊരു തോട്ട് പുളി ഉണ്ടോ അതും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കും. കാരണം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ്. അതിനോടുകൂടി ഉപ്പെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുള്ളൂ, കൂടരുത്. 2-3 പച്ചമുളക്, കറിവേപ്പില നമ്മൾ നേരത്തെ ഇട്ടല്ലോ, വേണമെങ്കിൽ ഇനിയും ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോൾ കറിയുടെ പരുവം ഓക്കെയായി. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അയില കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കറി നന്നായി തിളച്ച് വെന്ത് വരുവാനുള്ള സമയം കൊടുക്കുക. തിളച്ച് കഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും നല്ല സ്വാദേറിയ മാങ്ങ അയിലക്കറി റെഡിയായി. നിങ്ങളെല്ലാം ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് തിരിച്ചു വന്ന് അഭിപ്രായം രേഖപ്പെടുത്തണേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.